ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഹാപ്പി സൺഡേ. സമയം 6:30 അപ്പോൾ ഇന്ന് നമ്മളൊരു ദിവസം തുടങ്ങാൻ പോവാണ്. എങ്ങനെയുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ ദിവസം എന്നുള്ളത് നോക്കാം. ഓട്ടോയിൽ എത്ര രൂപയുടെ ഓടാൻ പറ്റുന്നുണ്ട്. സൺഡേ ആണ്, വലിയ പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം എത്ര രൂപയുടെ ഓട്ടം കിട്ടും എന്നുള്ളതൊക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് നോക്കാം. അപ്പോൾ സമയം 6:30 നമ്മൾ ഇറങ്ങാണ്. എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. സമയം 6:45 ഇപ്പോൾ നമ്മൾ ടൗണിലെത്തി. വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ആയിട്ടില്ല. അപ്പം ഞാൻ നേരെ പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ സാരൻ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലേക്ക് പോകും. ഇപ്പോൾ സാരൻ ഹോസ്പിറ്റലത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് നമ്മൾ രാവിലെ തന്നെ ദോശയും ചായയും കുടിച്ചിട്ടുണ്ട്. 4 ദോശ. നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്നുള്ളത്. ഫ്രീ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യല്. അതുപോലെ സ്റ്റാൻഡിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എഡിറ്റിംഗ് വർക്കിലോട്ട് കയറട്ടെ. സമയം 7:45 നമ്മൾ കഴിഞ്ഞിട്ട് ഓടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ 70 രൂപയുടെ ഓട്ടമായിട്ടുള്ളത്. നമ്മളെപ്പോഴും രാവിലെ കുറച്ച് ചില്ലറ പൈസ കയ്യിൽ വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് കൊടുക്കാൻ ഉണ്ടാവില്ല. 8:30 ഒരു 50 രൂപയുടെ ഓട്ടം കൂടെ കിട്ടിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 9 മണിയായി, ഒരു 40 രൂപയുടെ ഓട്ടം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമയം 9:45, നമുക്കൊരു 50 രൂപേൻ്റെ ഓട്ടം കൂടെ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു 4 കോഴിമുട്ട കൊണ്ട് ഒരു ആംപ്ലേറ്റ് ഉണ്ടാക്കി കൊണ്ടതാണ്. അപ്പം നമുക്ക് ചായ കുടിക്കാനുള്ള പരിപാടി നോക്കാം. ചായയുടെ ഒപ്പം ഇതാക്കാം. ജവാൻ ടീസ്റ്റ് കളിക്കാണ് ചായ കുടിക്കാൻ പോകുന്നത്. ജവാൻ സ്ട്രോങ് ചായയാണ് നമ്മളെ ലക്ഷ്യം. അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മധുരം കുറച്ച് സ്ട്രോങ് ഒരു ചായ. പൊളിച്ച്. അപ്പം ചായയോടൊപ്പം നമ്മൾ കഴിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുന്നിട്ടുള്ള ആ ഓംലേറ്റ് ആണ്. 4 എഗ്ഗിൻ്റെ 4 എഗ്ഗ് ഫുള്ള് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഓംലേറ്റാണ് കഴിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ സൈഡ് ഡിഷായിട്ടുള്ള ഫുഡിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ഹെൽത്തി ആവും, നമുക്ക് പൈസയ്ക്കും വലിയ ചിലവില്ല. അപ്പോൾ ഒരു 4 മുട്ടൊക്കെ ഓംലേറ്റ് അടിച്ചിട്ട് ഒന്ന് കഴിക്കുകയാണ്. ഒരു ചായയും കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടത്തരം വിശപ്പുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടും നല്ലൊരു പരിപാടിയാണത്. അപ്പോൾ വലിയൊരു എക്സ്പെൻസീവും അല്ല. നമ്മൾ ഹോൾസെയിലിൽ നിന്ന് കുറച്ച് മുട്ടയൊക്കെ വാങ്ങി വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ബീവറേജ് പോയി നമ്മൾ ബീവറേജിൽ രാവിലെ വലിയ തിരക്കൊന്നുമില്ല. ബീവറേജിക്ക് ഒരു ഓട്ടം കിട്ടി. 60 രൂപ ആയിട്ടുണ്ട്. സമയം 10:25. ഒരു 80 രൂപയ്ക്കും കൂടി നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരു ചായയും ഒരു 1/2 കിലോ പഴം കഴിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, ഒരു മധുരം കമ്മി സ്ട്രോങ് ചായയും 1/2 കിലോ നേന്ത്രപ്പഴവും. അണ്ണൻ കാക്കകളെ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമാണത്. കണ്ടില്ലേ, ആ ക്ലാസ്സിനടിച്ചു കഴിഞ്ഞാൽ കാക്കകളൊക്കെ വരും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മൂപ്പര് കാക്കകളെ വിളിച്ചു വരുത്തുന്ന സിഗ്നലാണത്. ക്ലാസ്സിനിട്ട് അടിക്കുക അല്ലേ. ആലപ്പുഴക്കാരനാണ്. ഇവിടെ മലപ്പുറത്ത് മിൽമ ബൂത്തിൽ ജൂബിലി റോഡിൽ ചായ കച്ചവടം നടത്തുന്നു. നല്ല കടികളൊക്കെ ഉണ്ട്, സെറ്റാണ്. അപ്പോൾ ഇതുപോലൊരു പഴമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്രീ ടൈമിൽ ഇരുന്ന് കഴിക്കാം. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സും ഒരു പുഴു കിടന്നിട്ട് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ പുഴുവാണ്. അപ്പോൾ നല്ല രസമുണ്ട് അതിനെ കാണാൻ. ഗ്ലാസ്സൊന്നും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരമൊക്കെ ഇരുന്ന് അടുത്ത ഓട്ടം കിട്ടി കഴിയുമ്പോഴേക്കും തട്ടിയിടണം. അല്ല ഉള്ളിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഏതായാലും അത് മാക്സിമം എൻജോയ് ചെയ്യട്ടെ. ഒരു ഫുൾ ചെസ്റ്റ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാൻ പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി പോവാം. 1500 രൂപയ്ക്ക് ഓടണമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് രാവിലെ. ആവും തോന്നണില്ല, നോക്കാം നമുക്ക് എത്രയായി വേണ്ടി ഇറങ്ങിയതാണ്. ഏകദേശം നമ്മളെ കയ്യിൽ ഒരു 410 രൂപയുടെ ഓട്ടോ ഓടിയിട്ടുണ്ട്. സമയം 12:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ചോറുന്നതിന് ശേഷം നമുക്ക് അടുത്ത് പോവാം. ചോറൊക്കെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോവാണ്. തിരിച്ച് 2ാമത് പോവാണ്. ഇതിൻ്റെ മുകളിലൊരു ഒരു വീണ് കിടക്കുന്നുണ്ട്. കാണുന്നുണ്ടോ വൈസ്? അതെ, അതാ ഒരു ക്രോസായി കിടക്കുന്നുണ്ടല്ലേ, ഒരു കവുങ്ങ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറിനാൻ പോയപ്പോൾ ഇത് കണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഡിയാക്കാൻ വേണ്ടി KSBക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ആ ക്രോസായി കിടക്കുന്നത് ലൈൻ കമ്പിയും കൂടെ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ KSBക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നാടിന് വേണ്ടി നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കണം. പുഴയുടെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ചുറ്റി വരണമെങ്കിൽ 2-3 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും,
വണ്ടി ഓടിക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിർത്തിയിടും അപ്പുറത്തെ സൈഡിൽ. അപ്പം അപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ട് നമ്മളിങ്ങനെ നടന്ന് ചോറിനാൻ പോകും. എന്താ നല്ലൊരു കാലാവസ്ഥയാണ്. വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല, വലിയ വെയിലുമില്ല. അടിപൊളി കാലാവസ്ഥയാണെന്ന്. ആകാശമൊക്കെ ഉണ്ടല്ലേ, അടിപൊളി പൊളിച്ചിട്ട്. ഇവിടെയാണ് വണ്ടി നിർത്തല്. ചിലപ്പോൾ പൂച്ചാളുണ്ടാവും ഇതിൽ. പൂച്ചകൾ ചില സമയത്തേ ഇല്ല, പൂച്ചാളൊന്നുമില്ല. ചില സമയത്ത് പൂച്ചാൾ കയറിയിരിക്കും. അപ്പോൾ സമയം ഇപ്പോൾ ഇവിടെ 3:10 അവർ 150 രൂപയുടെ ഓട്ടം കൂടെ കിട്ടി. നല്ല ഉറക്കം വരുന്നുണ്ട്. ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മളെ KSEB വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, കവുങ്ങ് ലൈൻ കമ്പിയും കൂടെ ചാടി കിടക്കുന്ന കാര്യം. ഞാൻ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ പോയി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണത്. മറ്റേത് എന്താ വെച്ചാൽ ആരെങ്കിലും അപകടത്തിൽ പെടാൻ പാടില്ല. അപ്പോൾ നമ്മൾ കണ്ട വിവരം ജസ്റ്റ് KSEBക്ക് വിളിച്ച് വിവരം പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ചെന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചായ കൂടെ കുടിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ 1, 2, 3, 4ാമത്തെ ചായയാണ്. 1, 2 ശരിയാ, 4ാമത്തെ ചായയാണ് കുടിക്കാൻ പോണത്. ആ ഒരു ദുശീലം കൂടെ ഞാൻ മാറ്റണം. ചായ കുടി വേറെ ദുശീലങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഉറക്കക്ഷീണം വരുമ്പോൾ എന്തായാലും ചായ മസ്റ്റാ. അടിപൊളി എണ്ണക്കടി ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മധുരം കമ്മി സ്ട്രോങ്ങിലൊരു ചായ. ഉള്ളിവട പഴംപൊരിയൊക്കെ ഉണ്ട്. മച്ചാൻ പെരും ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റ് പണിക്കാരനാണ്. ചായയുടെയൊക്കെ വളരെ ഫാസ്റ്റിലാണ്. അടിപൊളി അടിപൊളി. സിമ്പിൾ. സമയം ഇപ്പം 6:30 മണിയായി. നമ്മൾ വന്നിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. 1500 ഫ്ലാറ്റ് പോന്നിട്ട് 1000 പോലും ആയിട്ടില്ല എപ്പോഴും. അപ്പോൾ ഏതായാലും വൈഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് മറ്റത്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഷാമ്പുവും കണ്ടീഷണറും. അപ്പോൾ അതൊന്ന് വാങ്ങാൻ പോകാം. സ്റ്റെപ്സിൻ്റെ അവിടുത്തെ മലപ്പുറത്ത് സ്റ്റെപ്സിലേക്കാണ് പോകുന്നത്. ഇത് കണ്ടീഷണറാ, ഇത് ഷാമ്പൂ അല്ലേ, ഇത് കണ്ടീഷണർ ആയിക്കോട്ടെ. സൺസിൽക്ക്. അപ്പോൾ സമയം 7:20. ഈ സമയം വരെ നമ്മൾ ഓടിപ്പോയിക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 970 രൂപയാണ് ആകെ കിട്ടിയിട്ടുള്ളൂ. ജസ്റ്റ് അതല്ല, ഈ ചിലവ് കാണിച്ചു തരാം. നമ്മൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് 50 രൂപ. പിന്നെ നമ്മൾ ടോട്ടൽ ടീ 2-3-4 പ്രാവശ്യം ചായ കുടിച്ചതിനില്ലേ, അതിൻ്റേതായിട്ടുള്ളത് 40 രൂപ. പിന്നെ ഒരു 30 രൂപയുടെ പഴം വാങ്ങി. ഉച്ചയ്ക്ക് പോയപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് 150 രൂപ. പിന്നെ ഷാമ്പും കണ്ടീഷണറും കൂടെ വാങ്ങിയിട്ട് 170 രൂപ. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ളത് 440 രൂപ. സാധനത്തിന് 970, 470 കഴിഞ്ഞാൽ 530 രൂപ. അപ്പോൾ അങ്ങനെ 530 രൂപ കൊണ്ട് വീട്ടിൽ പോകാൻ നേരത്തെ നോക്കിയപ്പോൾ ഇതാക്കുന്നു, ഗ്യാസ് ഒറ്റ പോയിൻ്റ് ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ ഗ്യാസ് അടിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു ഓട്ടോ ലൈഫ്. KSEBക്ക് വിളിച്ചു പറഞ്ഞ പരാതി പ്രകാരം അവർ വന്നത് ശരിയാക്കിയിട്ടുണ്ട്. കവുങ്ങൊക്കെ അവർ വെട്ടി മാറ്റിയിട്ടുണ്ട്. ആ കിടക്കുന്ന കവുങ്ങ് കഷ്ണം, ഈ കവുങ്ങായിരുന്നു നമ്മളെ പോസ്റ്റിലേക്ക് വീണ് കിടന്നിരുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ KSEBക്ക് ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നല്ല ക്ഷീണമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ സന്തോഷകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ KSEBക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം KSEB നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു അപകടം, വലിയൊരു അപകടമായിരുന്നു അത്. ഇപ്പോൾ രാത്രിയിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ മഴ ശരിക്കും ആ കമ്പീനോട്ടിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് രാത്രിയിൽ കറണ്ടും ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും അപകടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അപകടങ്ങൾ സിറ്റുവേഷനുകൾ കാണുകയാണെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് KSEBക്ക് വിളിച്ച് വിവരം പറയണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓൾക്ക് വന്നിട്ട് അത് റെഡിയാക്കാൻ പറ്റും. ഒന്ന് കുളിക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു.